ഇപ്പോൾ കഥ നടക്കുന്നത് ഒരു 3 സ്റ്റോറി ബിൽഡിങ്ങിനുള്ളിലാണ്. കഥ നടക്കുന്ന സമയം സൺഡേ മോർണിംഗ് ആണ്. ഓക്കെ, ഇനി ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ്? ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് അജിത് ആൻഡ് നമിത, എ മാരീഡ് കപ്പിൾ. അവരുടെ കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അജിത്തിന്റെ സ്പെല്ലിംഗ് AJIT മാത്രമേ ഉള്ളൂ എന്ന് ശ്രദ്ധിക്കണം. അജിത് ആൻഡ് നമിത, NOMITA, നമിത. ഈ രണ്ടുപേരാണ് ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. ഇപ്പോൾ സൺഡേ മോർണിംഗ് ആണ്. ഈ 3 നില വലിയ കെട്ടിടത്തിന്റെ മുൻപിൽ ഒരു വാഷർമാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് കഥ ആരംഭിക്കുന്നത്. സോ ഈ വാഷർമാൻ ഈസ് വെയിറ്റിംഗ് ഡൗൺ സ്റ്റേഴ്സ്. വാഷർമാൻ അലക്കുകാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും now what is happening inside the family, inside the house? There we have our main character Nomita doing something. Just before handing over these dirty clothes to the washerman, Nomita is going through or searching the pockets of Ajit's dirty clothes just to see if there is something inside. ഇപ്പോൾ തുണി നനയ്ക്കാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പം അതിന് മുൻപായിട്ട് ഈ പോക്കറ്റിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് നമിത പെട്ടെന്ന് ഒന്ന് നോക്കുക. Now she discovers a letter. വേറെ ആർക്കുള്ള കത്തല്ല. ഇറ്റ് ഇസ് എ ലെറ്റർ അഡ്രസ് ടു ഹെർ. സ്വന്തം പേരിലുള്ള അഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു കത്ത. ഇപ്പൊ നമിതയ്ക്കുള്ള കത്ത. അതിന്റെ അവസ്ഥ എന്താണ്? ഓക്കെ, നമ്മളത് വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. അജിത് ഹാസ് ഓപ്പൺഡ് ഇറ്റ്, ട്വിസ്റ്റഡ് ഇറ്റ്, ക്രംബിൾഡ് ഇറ്റ് ആൻഡ് ദെൻ ലെഫ്റ്റ് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. കത്ത് വായിച്ചു, അത് എൻവലപ്പാണത് തുറന്നു, അത് വായിച്ചു, ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലിട്ടു. ഹി ഡിഡ് ഈവൻ മെൻഷൻ ഇറ്റ് ടു നമിത. ഈ ഒരു കാര്യം, കത്ത് വന്ന കാര്യം ഒന്നും പറയാൻ പോലും തയ്യാറായിട്ടില്ല. സോ നൗ തിങ്ക് അബൌട്ട് ദ റിയാക്ഷൻ ഓഫ് നമിത. നമിതയ്ക്ക് വന്ന കത്ത് അജിത്ത് വായിച്ചിട്ട് ചുരുട്ടിക്കൂട്ടി അയാളുടെ പോക്കറ്റിലിട്ടിരിക്കുക. ഇങ്ങനെ കത്ത് വന്ന കാര്യം മിണ്ടാൻ പോലും പറയാൻ പോലും അജിത്ത് തയ്യാറായിട്ടില്ല. നൗ ഷീ ഈസ് ആംഗ്രി വിത്ത് അജിത്ത്. ഇതാണ് കഥയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണാം. നൗ ദേഷ്യപ്പെടാൻ ഒരു കാരണമാണ്. ദിസ് ഇൻസിഡന്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഇറ്റ് ഈസ് ഡെലിബറേറ്റ്. എന്തുകൊണ്ടാണ് നമിതയ്ക്ക് ദേഷ്യം വരുന്നത്? ഇത് ആദ്യം സംഭവിക്കുന്നതാണോ? അല്ല. ഒരു അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, സംഭവിച്ച കാര്യമല്ല. ഇറ്റ് ഈസ് ഡെലിബറേറ്റ്, വിൽഫുൾ ആയിട്ട്, ഓൺ പേർപ്പസിൽ, ബോധപൂർവം ഇയാൾ ചെയ്തൊരു കാര്യമാണ്. നൗ അജിത്സ് നേച്ചർ ഇസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അപ്പം ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന എന്താണ്? നമിത അജിത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും നമിതയ്ക്ക് വന്നൊരു കത്ത് കണ്ടുപിടിക്കുന്നു. അജിത് അത് വായിച്ചിട്ടുണ്ട്. ഹി ഹാസ് റെഡ് ഇറ്റ് ആൻഡ് ദെൻ ട്വിസ്റ്റഡ് ആൻഡ് ക്രംബിൾഡ് ഇറ്റ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. ഈ അവസ്ഥയിലാണ് കത്ത് കിട്ടുന്നത്. ആൻഡ് ബൈ ദ ഡേറ്റ് ഓൺ ദ എൻവലപ്പ് ഷീ റിയലൈസസ് ദാറ്റ് ദ ലെറ്റർ കെയിം 3 days ബാക്ക്. കത്ത് 3 ദിവസം മുൻപ് വന്നതാണെന്ന് നമിതയ്ക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ വാഷർമാൻ താഴെ നിൽക്കുക. ആ കാര്യമെല്ലാം മറന്നിട്ട് നമിത തന്റെ കയ്യിലിരുന്ന ഡേർട്ടി ക്ലോത്ത്സ് എല്ലാം താഴേക്ക് ഇടുന്നു. കത്ത് വായിക്കാൻ വേണ്ടി ബെഡിലിരിക്കുക. ഓക്കെ, ഷീ സിറ്റ്സ് ഓൺ ദ ബെഡ് ടു റീഡ് ദ ലെറ്റർ. പക്ഷെ കത്ത് വായിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ, അജിത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമിതയുടെ മനസ്സിലൂടെ കടന്നു പോവുക. ഹിസ് നേച്ചർ ഇസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇവിടെ ഓദർ നമ്മളോട് പറയുകയാണ്, നമിത ആൻഡ് അജിത്, ദിസ് കപ്പിൾ, ദേ ലിവ് ഇൻ എ ജോയിന്റ് ഫാമിലി. എ പാലേഷ്യൽ ഹൗസ്, ഇറ്റ് ഈസ് സ്പേഷ്യസ് ഇനഫ്. ഇഷ്ടം പോലെ ഇടയൊക്കെയുള്ള വലിയൊരു 3 നില കെട്ടിടമാണ്. അപ്പൊ ഇവിടെ ഇവര് രണ്ടുപേരോട് താമസിച്ചു വരിക. There are 26 members in this family. പക്ഷെ കീ ടു ദ ലെറ്റർ ബോക്സ് ഇസ് വിത്ത് അജിത്. ലെറ്റർ ബോക്സിന്റെ കീ അജിത്തിന്റെ കയ്യിലാണ്. സോ വാട്ട് ഹാപ്പൻസ്? whenever there is a letter with Numita's name on the envelope, he opens and reads it first. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം എന്താണ്? നമിതയുടെ പേരിൽ ഒരു കത്ത് വന്നാൽ അജിത് എന്ത് ചെയ്യും? അജിത്ത് അത് പൊട്ടിച്ച് വായിക്കും. അതിനുശേഷം മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും ഈ കത്ത് കൊടുക്കുക പോലുമില്ല. ഇതാണ് നമിതയുടെ മനസ്സിലുള്ള സംശയം. നമിതയ്ക്ക് വരുന്ന കത്തുകളൊന്നും അജിത്ത് കൊടുക്കാറില്ല. ഈ കാര്യങ്ങളെല്ലാം നമിത ആ കട്ടിലിരുന്നുകൊണ്ട് കത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആലോചിക്കുക. ഇനി ഹു ഹാസ് സെൻഡ് ദ ലെറ്റർ? അതാണ് അടുത്ത ചോദ്യം. കത്ത് അയച്ചതാരാ? ഓക്കെ, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നത്തിങ് മച്ച് എ ലെറ്റർ ഫ്രം നമിതാസ് മദർ. ഈ കത്ത് അയച്ചിരിക്കുന്ന ആരാണ്? നമിതയുടെ അമ്മയാണ്. വാട്ട് ഈസ് ഇൻസൈഡ് ദ ലെറ്റർ? സോ ഇറ്റ് ഈസ് എ യൂഷ്വൽ ലെറ്റർ, ദ സെയിം ഓൾഡ് സ്റ്റോറി. പതിവ് കഥയാണ്. നമിതയുടെ അമ്മ സ്ഥിരമായിട്ട് നമിതയ്ക്ക് ലെറ്റേഴ്സ് അയക്കാറുണ്ട്. അപ്പൊ എല്ലാ ലെറ്ററിനുള്ളിലെ കാര്യങ്ങളും ഒന്ന് തന്നെയാണ്.
ദ സെയിം ഓൾഡ് സ്റ്റോറി എന്ന് നമ്മൾ പറയും. പതിവ് കഥയാണ്. എന്താണ് പറയുക? The ceiling of her room is cracked. Rainwater falls through in ceaseless streams. ഇപ്പോൾ വീടിന്റെ മേൽക്കൂരയെല്ലാം തകർന്നിരിക്കുകയാണ്. മഴവെള്ളം ഇഷ്ടം പോലെ പെരക്കകത്തേക്ക് വരുന്നു. Now, if this is not immediately remedied, what happens? She will die definitely under a collapsed roof. ഇപ്പോൾ മേൽക്കൂര തകർന്നു വീണ് അമ്മ മരിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് കത്തിനുള്ളിലുള്ളത്. അപ്പോൾ നൊമിത എന്താണെങ്കിലും വളരെ സമ്പത്തുള്ള വീട്ടിലേക്കാണ് കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത്. അപ്പോ നൊമിത എന്ത് ചെയ്യണം? നൊമിത എന്തെങ്കിലും സഹായം ചെയ്യണം. ഇതാണ് എല്ലാ കത്തിന്റെയും ഐഡിയ. സോ ആൻ ഇൻഡിജന്റ് വിഡോ, ഇങ്ങനെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടാണ് നൊമിതയുടെ അമ്മയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു ഇൻഡിജന്റ് വിഡോ, വളരെ എക്സ്ട്രീംലി പൂർ ആയിട്ടുള്ള ഒരു വിഡോയാണ്, വിധവയാണ് നൊമിതയുടെ അമ്മ. ഷി ഹാസ് നോ ഹസ്ബൻഡ്, ഷി ഹാസ് നോ സൺ. അപ്പോൾ ഇനി ആരുമില്ല, നൊമിത മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താവശ്യം വന്നു കഴിഞ്ഞാലും നൊമിതയെ സമീപിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ഇപ്പൊ നൊമിത എങ്ങനെ ഇത്രയും വലിയൊരു വീട്ടിലേക്ക്, how could she marry off her daughter to this wealthy family? She could do that because of Nomida's good looks. She was very lovely. She was very, very cute. അപ്പൊ ഈ സൗന്ദര്യം കണ്ടിട്ടാണ് അജിത്ത് തീർച്ചയായിട്ടും നൊമിതയെ വിവാഹം ചെയ്തതെന്ന് മനസ്സിലാവും. അപ്പോ ഇവിടെയാണ് പ്രശ്നം. Whenever Ajit sees a new letter from Nomida's mother, he smiles derisively, scornfully, and says, "Why bother to read that? I'll go and fill out a money order form." നൊമിതയുടെ അമ്മയുടെ കത്ത് അജിത്തിന് എപ്പോൾ കിട്ടിയാലും അജിത്ത് ഒരു കാര്യമേ പറയുള്ളൂ. Why bother to read that? I will go and send some money. Okay, Nomida's head hangs low with the shame and insult of it. So some time ago, out of anger and grief, she forbade her mother from writing to her own postcards. അപ്പോൾ അജിത്ത് എന്ത് പറയും? കത്ത് കാണുമ്പോൾ തന്നെ അജിത്ത് പറയും, വായിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പോയി കുറച്ച് പൈസ അങ്ങ് അയച്ചേക്കാം. ഇത് കേൾക്കുന്നത് നൊമിതയ്ക്ക് വലിയൊരു അപമാനമാണ്. സോ ഹെർ ഹെഡ് ഹാങ്സ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ നാണക്കേട് സഹിക്കാൻ വയ്യാതെ നൊമിത എന്ത് പറഞ്ഞു? അമ്മയോട് പറയുകയാണ്, പ്ലീസ് ഡോണ്ട് റൈറ്റ് ടു മീ ഓൺ പോസ്റ്റ് കാർഡ്സ്. പകരം എന്ത് ചെയ്യണം? ഒരു കത്തെഴുതി എൻവലപ്പിനുള്ളിലിട്ട് എനിക്ക് അയച്ചു തരിക. ഇപ്പോ എൻവലപ്പിനുള്ളിലെ കത്തിന്റെ അവസ്ഥ എന്താണെന്ന് നൊമിതയ്ക്ക് ഇപ്പം മനസ്സിലാവുക. സോ ഐ ടോൾഡ് യു ഇറ്റ് ഈസ് സൺഡേ. സോ നൗ അജിത്ത് ഈസ് ബാക്ക്. ആഫ്റ്റർ ഹിസ് ലീഷർലി സൺഡേ ബാത്ത് ഹി ഈസ് ബാക്ക്. അപ്പൊ പെട്ടെന്നൊരു ഒരു വഴക്കുണ്ടാവുകയാണ് ഇവർ തമ്മിൽ. അതായത് നൊമിതയുടെ പ്രശ്നം എന്താണ്? പല പ്രാവശ്യം തനിക്ക് വരുന്ന കത്തുകൾ വായിക്കരുതെന്ന് അജിത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അജിത്ത് വായിക്കുന്നു. അതിന്റെ ദേഷ്യം മുഴുവൻ മനസ്സിൽ കിടക്കുക. അജിത്ത് വന്ന് കയറിയപ്പോഴേ നൊമിത ചോദിക്കുകയാണ്, വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്? എപ്പോഴാണ് ഈ കത്ത് വന്നത്? അപ്പൊ അജിത്തിന് തീർച്ചയായിട്ടും കത്ത് വന്ന കാര്യം ഐ ജസ്റ്റ് ഫോർഗോട്ട് ഇറ്റ്, ഞാൻ മറന്നുപോയി, പറയാൻ മറന്നുപോയതാണ്. കെയിം സം ഡേയ്സ് ബാക്ക്, ഇറ്റ് വാസ് ഫ്രം യുവർ മദർ, ഐ ഫോർഗോട്ട് ടു ടെൽ യു, ദാറ്റ്സ് ഓൾ. സിംപ്ലിഫൈ ചെയ്യുക, കാര്യങ്ങൾ അങ്ങ് നിസ്സാരവൽക്കരിക്കുക. പക്ഷെ നൊമിത വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നൊമിത പറയുകയാണ്, haven't I told you 1,000 times not to read, not to open my letters? പക്ഷെ അജിത്ത് പറയുന്നു, no, it's not like that. I have all the right to read your letters. What sort of a person are you? You are a vulgar, common man. Okay? നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്? ഇങ്ങനെ നൊമിത ചോദിക്കുക. അപ്പൊ ഇത്രയും നേരവും നൊമിത എങ്ങനെയെങ്കിലും സോപ്പിട്ട് കാര്യങ്ങളൊന്ന് തണുപ്പിച്ചെടുക്കാൻ ശ്രമിച്ച അജിത്തിന് നിയന്ത്രണം വിട്ടുപോകും. Says, you are the daughter of a dung picker. Now you are living like a queen. Don't you think that is more than enough? ഈ ചോദ്യം കേൾക്കുമ്പോൾ നൊമിതയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. She says, shut up. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ നമ്മൾ നൊമിത ചെയ്യുന്നതായിട്ട് കാണുന്നത്. Okay. She attempts to commit suicide by burning the ansel of her sari. Now Ajit is a bit afraid. Now Ajit is scared. He jumps to her side, grabs the burning patch and slaps it between his hands. He puts out the fire. Okay, now he is a bit afraid. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്ക് നടക്കുന്ന സമയത്ത് somebody is coming to their room. ആരാണ് വരിക? റെയ്നി. Nomida's niece comes to the room, reminding her of the washerman who is waiting downstairs.
പെട്ടെന്ന് ഇതുവരെയും തിളച്ചു മറിഞ്ഞു നിന്ന നമിത വളരെ all on a sudden she regains her self-control. She says in a calm tone, "Go tell him I'm bringing the clothes." ഇവിടെയാണ് നമ്മൾ ഈ സ്ത്രീകളുടെ ഒരു കഴിവ് കാണുന്നത്. ഇത്രയും നേരവും തിളച്ചു മറിഞ്ഞ് ദേഷ്യപ്പെട്ടു നിന്ന നമിത പെട്ടെന്ന് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുകയാണ്. റീനിയോട് പറയുന്നു, "Go tell him I'm bringing the clothes." കഥയുടെ അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത് നമിതയും അജിത്തും എങ്ങനെ ഈ ജോയിന്റ് ഫാമിലിയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമിത. ഇപ്പൊ നമിതയുടെ ഒരു പ്രത്യേക രീതി അനുസരിച്ച് ആരും അവളെ ശല്യപ്പെടുത്താനൊന്നും ചെല്ലാറില്ല. ഷീ സ്പീക്സ് ഹെയർ മൈൻഡ് ഔട്ട് റൈറ്റ്. തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് നമിതയോട് ആരും വലിയ ശല്യത്തിനൊന്നും ചെല്ലാറില്ല. പക്ഷെ സ്റ്റിൽ ദ പിഞ്ച് ഹെയർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. ചില കുത്തുവാക്കുകളൊക്കെ പറയാം. അജിത്തിന്റെ ബ്രദേഴ്സിന്റെ വൈഫ്സ് ധാരാളം ആൾക്കാർ അവിടെയുണ്ട്. നമിതയെ രാവിലെ വീട്ടിലെ പണി ചെയ്യാനൊന്നും കാണുന്നില്ലല്ലോ എന്നോർത്ത് അവരങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ആദ്യം പറയുന്നു, "Well, that is something. At least finally you decided to come down from upstairs. Arey Baba, there is no good time or bad time for you. നല്ല സമയമൊന്നുമില്ല. Always you are spending your time in the company of your husband." Okay, Navida says, "No, it is not. It's nothing like that." Okay, ഞങ്ങൾ എപ്പോഴും വഴക്കാം. Okay, we are always at loggerheads. ഞങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമിത പറയുന്നു. പക്ഷെ അതൊന്നും അവര് വിശ്വസിക്കുന്നില്ല. അപ്പോൾ കിട്ടുന്ന മറുപടി എന്താണ്? "Don't cover up the forbidden fish with your pious spinach." ഇത് എക്സാമിനും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇതിന്റെ അർത്ഥം എന്താ? ഓക്കെ, ഡോണ്ട് ട്രൈ ടു കവർ അപ്പ് തിങ്സ്. ഫോർബിഡൻ ഫിഷ് എന്ന് പറയുന്നത് ഫിഷ് ദാറ്റ് ഈസ് നോട്ട് അലൗഡ് ഇൻസൈഡ് എ കിച്ചൺ. ഓക്കെ, ഫിഷ് ദാറ്റ് ഈസ് നോട്ട് എഡിബിൾ. ഓക്കെ, ഈ ഫിഷിനെ പയസ് സ്പിനിച്ച് കൊണ്ട് കവർ ചെയ്താൽ അതിന്റെ ക്വാളിറ്റി മാറും ഇല്ല. അപ്പോൾ നമിതയെ സംബന്ധിച്ചിടത്തോളം ഷീ ലുക്സ് വെരി ഇന്നസെന്റ് ആൻഡ് ക്യൂട്ട്. ആ ഒരു അപ്പിയറൻസ് ഉണ്ട്. അതുണ്ടെന്ന് കരുതി ഇവൾ പറയുന്ന നുണ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ മറ്റൊരു വൈഫ് ചോദിക്കുകയാണ്, "ഓക്കെ, ഹൗ ഡിഡ് യു ബേൺ യുവർ ആഞ്ചൽ? ബട്ട് ദിസ് ഇസ് ക്വൈറ്റ് അൺലക്കി. ഹൗ ദിസ് ഹാപ്പൻഡ്?" Suddenly Navida comes up with a story. She says, "I used this sari to lift a hot pot of water and that did it." So നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, what happened between Ajit and Namita is only known to them. Namita never wants to reveal this. She wanted to commit suicide even. She wanted to commit suicide. But the next instant, she controlled herself. Now she is doing her household work. So this is precisely why Ashapurna Devi compares women to Matchbox. Okay, they sit around meek and innocent. They don't do any harm to anyone. They can be quite easily handled. Matchbox by Ashapurna Devi. The short story Matchbox was written by Ashapurna Devi, a famous Bengali novelist and poet. This story has been translated from Bengali by Prasenjit Gupta. The main characters in the story are Namita and her husband Ajit. Namita hails from a poor family, but she is married to a rich person named Ajit. Whenever there is a letter with Namita's name on the envelope, he opens and reads it first, and only then does he give it to her. It is possible that often he doesn't give it to her at all. Namita's mother is a widow. Although an indigent widow without husband or son, she was successful in marrying off her daughter to a wealthy family due to the girl's good looks. Her mother always writes letters demanding money. Whenever Ajit sees a new letter from Namita's mother, he guesses that it is for money and he insults Namita on account of that fact. Namita's head hangs low with shame at his remarks. Ajit never gives Namita some respect. Whenever Namita asks about the letters, Ajit does not give any importance to it. He tries to change the topic or makes some excuses. This infuriates Namita. Once, she lights a matchstick and touches it to her sari. She was saved by the timely intervention of her husband. So, we can see that the story unveils the unhealthy man-woman relationship
existing in most Indian families.